DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 30 വ്യാഴം. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധന ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പവന് 160 രൂപയാണ് വർദ്ധിച്ചത്. 1,10,480 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 20 രൂപയാണ് കൂടിയത്. 13,810 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. അടുത്ത അറിയിപ്പ്, മാർച്ചിൽ അധികമായി വൈദ്യുതി വാങ്ങിയതിന് KSEBിക്ക് ചിലവായ അധിക തുക തിരിച്ചുപിടിക്കാൻ മെയ്യിലെ വൈദ്യുതി ബില്ലിൽ സർചാർജ് ഉണ്ടാകും. പ്രതിമാസ ദ്വൈമാസ ബില്ലുകൾക്ക് യൂണിറ്റിന് 1 പൈസ നിരക്കിലാണ് സർചാർജ് ഉണ്ടാകുക. ഏപ്രിലിൽ പ്രതിമാസ ബിൽ ലഭിക്കുന്ന ഉപയോക്താക്കൾക്ക് സർചാർജ് ഉണ്ടായിരുന്നില്ല. 2 മാസത്തിലൊരിക്കൽ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് 1 പൈസ തിരികെ ലഭിക്കുകയും ചെയ്തിരുന്നു. അടുത്തറിയിപ്പ്, ഇന്ത്യയിൽ ഗൂഗിൾ അക്കൗണ്ടുമായി ആധാർ വിവരങ്ങൾ ബന്ധിപ്പിക്കാൻ കഴിയുന്ന പുതിയ സംവിധാനം അവതരിപ്പിച്ചിരിക്കുകയാണ്. ഗൂഗിളും UIDAIയും സംയുക്തമായാണ് ഈ സേവനം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി ആധാർ കാർഡ് ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിൽ ഗൂഗിൾ വാലറ്റ് ഉപയോഗിച്ച് വ്യക്തി വിവരങ്ങൾ നൽകാൻ കഴിയും. ആധാർ വിവരങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ വാലറ്റിൽ സൂക്ഷിക്കാനുള്ള സൗകര്യമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്തെ വാഹന ഉടമകൾക്ക് ആശ്വാസമായി മോട്ടോർ വാഹന വകുപ്പ് പ്രഖ്യാപിച്ച ചലാൻ തീർപ്പാക്കൽ പദ്ധതി അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തോടെ ഈ ആനുകൂല്യം അവസാനിക്കാനിരിക്കെ പിഴത്തുകയിൽ 50% ഇളവ് പ്രയോജനപ്പെടുത്തി കേസുകൾ അവസാനിപ്പിക്കാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 2024 ഡിസംബർ 31 വരെ ലഭിച്ച ചലാനുകൾക്കാണ് ഈ പ്രത്യേക ഇളവ് ബാധകമാകുന്നത്. മൊബൈൽ നമ്പർ മാറിയതോ അപ്ഡേറ്റ് ചെയ്യാത്തതോ കാരണം പിഴ ലഭിച്ച വിവരം അറിയാത്തവർക്ക് ഓൺലൈനായി തത്സമയം പരിശോധിക്കാൻ ഇപ്പോൾ സൗകര്യമുണ്ട്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക പോർട്ടലായ services.mvd.kerala.gov.in സന്ദർശിച്ച് വാഹന നമ്പറോ ചലാൻ നമ്പറോ നൽകിയാൽ നിലവിലുള്ള ബാധ്യതകൾ അറിയാൻ സാധിക്കും. കൂടാതെ വകുപ്പ് പുറത്തിറക്കിയ പ്രത്യേക QR കോഡ് സ്കാൻ ചെയ്തും വാഹനത്തിന്റെ പേയ്മെന്റ് സ്റ്റാറ്റസ് പരിശോധിക്കാവുന്നതാണ്. ഇന്ന് വരെ പണമടക്കുന്നവർക്ക് പകുതി തുക മാത്രം നൽകിയാൽ മതിയാകും. അതിനാൽ എല്ലാവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ വിതരണം ഏപ്രിൽ 4 മുതൽ ആരംഭിച്ചിരുന്നു. 2 മാസത്തെയും റേഷൻ ഒരുമിച്ച് മെയ് മാസത്തിൽ വാങ്ങാനിരിക്കുന്നവർ ശ്രദ്ധിക്കുക. ഏപ്രിൽ മാസത്തെ റേഷൻ ഏപ്രിൽ 30 വരെ, അതായത് ഇന്ന് വരെ മാത്രമേ സംസ്ഥാനത്ത് ഉണ്ടാവുകയുള്ളൂ. മെയ് മാസത്തെ റേഷൻ മെയ് മാസത്തിൽ തുടർന്നും ലഭിക്കുന്നതാണ്. അതിനാൽ ഏപ്രിൽ മാസത്തെ റേഷൻ ഇനിയും വാങ്ങാത്തവർ ഇന്ന് തന്നെ അത് വാങ്ങുവാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വിഹിതം നഷ്ടമാകുന്നതാണ്. സാധാരണ ഓരോ മാസങ്ങളിലും 1 മാസത്തെ റേഷനാണ് വിതരണം ചെയ്യുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമൊക്കെ ഏപ്രിൽ മെയ് മാസങ്ങളിലെ റേഷൻ ഒരുമിച്ച് പ്രഖ്യാപിക്കുകയായിരുന്നു. 2 റേഷനും ഒരുമിച്ച് വാങ്ങാനിരിക്കുന്നവർ ഏപ്രിൽ മാസത്തെ റേഷൻ ഏപ്രിൽ മാസത്തിൽ തന്നെ വാങ്ങുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.